നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ വളരെയധികം കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമം അത് വിജയകരമാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. അത് ചീറ്റിപ്പോയി, പരാജയമാണ് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ആരുടെ ഭാഗമാണ് ശരി എന്നതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം അത് പിണറായി വിജയൻ നടത്തിയ ഒരു പരിഹാര ക്രിയയാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വനിതാ പ്രവേശനം വലിയ രീതിയിൽ വിവാദമായതാണ്. അതിനു പിന്നാലെ അതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഈ സംഗമം നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലാണ് രാജേന്ദ്രൻ പന്തളം ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. ഏറെ നാളായിട്ട് ഈ രാഷ്ട്രീയ വിവാദങ്ങൾ ഇടം പിടിച്ച ഒന്നായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ അത് വിജയകരമായി പൂർത്തീകരിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നു, ചീറ്റിപ്പോയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു. അപ്പോൾ സാർ എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെ വിലയിരുത്തുന്നത്? സർക്കാരിന്റെ വിലയിരുത്തലല്ല, അവിടെ പങ്കെടുത്ത പ്രതിനിധികളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, എന്ത് ബുക്കിംഗ്, എന്താണിത്, ഒരു ആള് കസേരയെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്, ആളുകളൊന്നുമില്ല, വളരെ കഷ്ടമാണ്. അവിടെ ദേവസ്വം ജീവനക്കാര്, അതുപോലെ തന്നെ ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയ ചില ആൾക്കാർ, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ആഗോള അയ്യപ്പന്മാരൊന്നും അവിടെ ഒന്നും വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരുടെ ഉദ്ദേശ്യശുദ്ധി സംശയിക്കേണ്ടതാണ്. അപ്പൊ ആഗോള അയ്യപ്പന്മാരിൽ നിന്നും പിരിവെടുത്തിട്ട് അവിടെ സംവിധാനങ്ങൾ ഒരുക്കുക, അവിടെ വിമാനത്താവളത്തിന് വേണ്ട സഹായം, അതുപോലെ തന്നെ പണം അവരുടേത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ടൂറിസം ആക്കി മാറ്റുക, റോപ്പ് വേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പറയുകയും ചെയ്തല്ലോ. ശബരിമലയിൽ റോപ്പ് വേ, ഇതാർക്കാണ് ഇപ്പോൾ റോപ്പ് വേ വേണ്ടത്? ഇവർക്ക് വേണ്ടത് ഇപ്പോൾ അവിടെ നടന്നു പോകുന്ന ചന്ദ്രാനന്തരൻ റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളുടെ ഭംഗിയാക്കൽ, അവിടെ യാത്ര സുഗമമാക്കൽ, കുടിവെള്ളം അത്യാവശ്യം കിട്ടുക എന്നുള്ള ഒരാവശ്യം, അതുപോലും ഇപ്പൊ നിർവഹിക്കപ്പെടുന്നില്ല. അവിടെ ശരിയാണ്, അവിടെ ആഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷേ വളരെ നിലവാരം കുറഞ്ഞ ആഹാരമാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഭക്തർ പരാതിപ്പെടുന്നത്. അതിനൊരു പരിഹാരമായിട്ടില്ല. അതുപോലെ തന്നെ വിരിപ്പ് വെക്കാനുള്ള സ്ഥലം, വിരി വയ്ക്കാനുള്ള സ്ഥലം, അതിന് പരിഹാരമായിട്ടില്ല. ഒരേ സമയം ഒരുപാട് പേര് നിൽക്കുമ്പോൾ അയ്യപ്പന്മാരെ തള്ളിവിടുന്ന പതിവ്, അതായത് സന്നിധാനത്ത് നിൽക്കാതെ അവരെ കായികമായിട്ട് നേരിടുന്ന ഒരു പതിവ്, ഇതിനൊന്നും ഒരു പരിഹാരവും ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞു. അതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചർച്ചയൊന്നും നടന്നില്ല. എല്ലാവരും കൂടി ചായ സൽക്കാരവും ഊണും ഒക്കെ ആയിട്ട് അങ്ങ് തിരിഞ്ഞു എന്നതിനപ്പുറം യാതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ നേട്ടമെന്ന് പറയാവുന്ന ഒരു കാര്യം, സ്വാമിയെ ശരണമെന്ന് മുദ്രാവാക്യ രൂപത്തിൽ ആക്കി. സാധാരണഗതിയിൽ തൊഴുതുകൊണ്ട് പറയേണ്ട ആ മുദ്രാവാക്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TS പ്രശാന്ത് ഒരു മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ശൈലിയിലാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രിക്ക് ശബരിമല അയ്യപ്പന്റെ ഒരു മെമന്റോ ആ സമയത്ത് തന്നെ കൊടുത്തു. അതൊരു നല്ല കാര്യം, അദ്ദേഹം അത് സ്വീകരിച്ചു. നല്ല കാര്യം, ഇതെനിക്ക് വേണ്ടെന്ന് അദ്ദേഹം പറയാതിരുന്നത് വലിയൊരു ഭാഗ്യമായി പോയി. അപ്പോ ഇവിടെ നടക്കുന്ന ഒരു കപട സംഗമമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആശയതലത്തിൽ അവർക്ക് യോജിപ്പില്ലാത്ത ഒരു പ്രത്യയ ശാസ്ത്രത്തിനോട്, ഒരു വിശ്വാസത്തിനോട്, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തീർച്ചയായിട്ടും അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം പ്രധാനമായിട്ടും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു ശാപം, അയ്യപ്പന്റെ ഒരു ശാപം വരാതിരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ചിലത് കേൾക്കുന്നത് അത് ഗ്രേപ്പ് വൈനാണ്. എനിക്ക് ഉറപ്പില്ല അത് അത്ര സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഡീപ് ത്രോട്ട് ന്യൂസ് ആണ്. അതും കൂടി ഞാൻ പറയാം ബഹുജനങ്ങൾക്ക് വേണ്ടി. ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതില്ല, എങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനം നിർബന്ധമാക്കിക്കൊണ്ട് പോലീസിന്റെ അകമ്പടിയോടുകൂടി ശരിയായ ഉദ്ദേശ്യശുദ്ധിയില്ലാത്ത സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിച്ചത് വലിയ അളവിൽ അവരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു. കാരണം ഒരു തരി മതിയല്ലോ എന്ന് പറഞ്ഞ ആലപ്പുഴ ഒഴിച്ച് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ പാടെ പരാജയപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആഘാതം അവർ കേൾക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രി വരെ അയ്യപ്പന്റെ ശക്തിയിൽ ഒരു വിശ്വാസം അദ്ദേഹത്തിന് വന്നു, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. എപ്പോഴാണെന്ന് വെച്ചാൽ വീണ വിജയനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അത്ര ശക്തമായി ED അവരെ അറസ്റ്റ് ചെയ്യുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ വിശ്വാസപരമായിട്ടുള്ള ഭൗതികമായ പരിഹാരത്തിന് പകരം വിശ്വാസപരമായ ഒരു പരിഹാരം
അവരുടെ കുടുംബം നടത്താൻ ഉദ്ദേശിച്ചു. അങ്ങനെയാണ് 40 ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കി പശുവിനെ വളർത്താൻ ഉള്ള ഒരു പരിപാടി വന്നത്. അങ്ങനെ പശുവിനെ അവിടെ വളർത്തി. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ ആ പാപ പരിഹാരത്തിന് പറയുന്ന നൂൽച്ചന്മാരാണ്. ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊന്നും ഇതൊന്നുമില്ല. അന്ധവിശ്വാസം തന്നെയാണ് പശുവിനെ വളർത്തുക എന്നുള്ളത്. പിന്നെ മറ്റൊരു പരിഹാരമാണ്, നിങ്ങളുടെ പാപം കൊടിയ പാപമാണ് എന്നൊരു ജ്യോത്സ്യം പറഞ്ഞു. ആ പാപം നിങ്ങൾക്ക് തന്നെ ഇത് ഭുജിച്ചു തീർക്കണമെങ്കിൽ വലിയ ആഘാതം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. നമുക്കറിയാവുന്ന മുഖ്യമന്ത്രിക്ക് കാര്യമായിട്ടൊരു അസുഖമുണ്ട്. എന്ത് അസുഖമാണെന്ന് നമുക്കറിയില്ല. അമേരിക്കയിൽ അതിന്റെ ചികിത്സയ്ക്കായിട്ടും പരിശോധനയ്ക്കായിട്ടും പതിവായിട്ട് അദ്ദേഹം പോകാറുമുണ്ട് കുടുംബസമേതം. അദ്ദേഹത്തിന് ഒന്നും വരാതിരിക്കട്ടെ, ഈ അസുഖം ഇല്ലാതിരിക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മളത് ഒട്ടും സന്തോഷിക്കുന്ന ഒരു കാര്യവുമല്ല. പക്ഷെ ഈ ഒരു അസുഖം കൂടി ഈ പാപഭാരം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഒരു ചിന്തയും കൂടിയുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പാപഭാരം മറ്റുള്ളവരിലേക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അവരും കൂടി പങ്കിട്ട് കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാവുമെന്ന് ഏതോ ജ്യോത്സ്യൻ മന്ത്രിച്ചു എന്നാണ് പറയുന്നത്. ഡീപ് ത്രോട്ടാണ് ഇത്. പിന്നെ സാധാരണഗതിയിൽ ഇത് വാർത്താ സമ്മേളനം പറഞ്ഞൊന്നും ആരും പറയുന്ന കാര്യമല്ലല്ലോ. ഇത് രഹസ്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ, ഗോസിപ്പ് ആയിരിക്കാനും മതി. അപ്പൊ ആ ഒരു സംശയത്തിന്റെ ബലം കൊണ്ട് മാത്രം പ്രേക്ഷകരിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് അവിടെ അന്നദാന സദ്യ നടത്തിയത്. കുറെ അയ്യപ്പന്മാരെ വിളിച്ചു വരുത്തി. 5000 എന്നൊക്കെയായിരുന്നു അവർ വീമ്പിളക്കിയത്. 3000 ആയിരുന്നു പിന്നെ പറഞ്ഞത്. പക്ഷെ 3000 പോലും ഉണ്ടായില്ല. ഏതാണ്ട് 1000 ചെല്ലുവാൻ, 1500 എല്ലാം കൂടി നമ്മള് കണക്ക് കൂട്ടിയാൽ ദേവസ്വം ജീവനക്കാരും മന്ത്രിമാരും അവരുടെ പരിവാരങ്ങളും ഒക്കെ കൂടി ഏതാണ്ട് 1000 ഭീമൻ രഘു ഉൾപ്പെടെയുള്ള ഭീമൻ ഉൾപ്പെടെ 1500 പേരാണ് അവിടെ കൂടിയത്. അവർക്ക് സദ്യ കൊടുത്തു. ഈ സദ്യ കൊടുത്തതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ശബരിമല തന്ത്രിയെ അപമാനിച്ചതിന്റെ, അതുപോലെ തന്നെ സ്ത്രീകളെ അവിടെ ശുദ്ധിയില്ലാത്ത സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിന്റെ, അവർക്ക് നിയമവിരുദ്ധമായിട്ട് പോലീസ് വേഷം നൽകിയതിന്റെ ഒക്കെ മഹാപാപം ഈ മറ്റുള്ളവർക്കായി പങ്കിടാൻ വേണ്ടിയാണ് ഈ ആഹാരം കൊടുത്തത്. ചില ജ്യോത്സ്യന്മാർ പറയാറുണ്ട്, നിങ്ങളുടെ പാപം ഇങ്ങനെ ഒരു അന്നദാന സദ്യ കൊടുത്താൽ അവർക്കും കൂടി അവരത് ഭുജിച്ചുകൊള്ളും. അങ്ങനെ ഭുജിക്കുമ്പോൾ ആ പാപം പങ്കിടലായി. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് ഈ ഒരു അയ്യപ്പ സംഗമത്തിന് പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പാപം ഈ വന്നവരെ 1500 പേര് പങ്കിട്ട് കാണും. തന്നെയല്ല, ഈ 5000 എന്ന് പേരെ വിളിച്ചെങ്കിലും അവർ വരാതിരുന്നതിന്റെ കാരണം ഈ പാപം ഞങ്ങൾക്കും കൂടി പങ്കിടേണ്ടി വരുമോ എന്നുള്ള ഭീതിയാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യം നമുക്കൊരിക്കലും ഒരു പക്ഷേ അറിയാൻ കഴിയില്ല. അയ്യപ്പനും പിണറായി വിജയനും മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ പിണറായി ശവമായി ഈ അംഗബലത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ പമ്പാ സംഗമത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇതിന് ബദലായിട്ട് പന്തളത്ത് നടക്കുന്ന അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ ജന്മഭൂമിയായിട്ടുള്ള പന്തളത്ത് നടക്കുന്ന ഈ സംഗമത്തിൽ രാവിലെയുള്ള ഫോട്ടോഷൂട്ടുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ കസേരകളെല്ലാം രാവിലെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞേ ഉള്ളൂ സമ്മേളനം, ഊണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സമ്മേളനം എന്നാണ് പറയുന്നത്. ഇനി ഊണ് കഴിഞ്ഞ് അവിടെ നിന്ന് ആളുകൾ പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല. അണ്ണാമലയെ പോലെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സ്വാമിമാര്, അതുപോലെ ശബരിമല തന്ത്രിമാര്, ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ആർജനവും സംഘാടക മികവും ഒക്കെ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ മുമ്പിൽ ശബരിമലയിൽ പമ്പാ സംഗമം ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ദേവസ്വം മന്ത്രിയുടെ നല്ലൊരു സംഘാടകനാണ് വി.എൻ. വാസവൻ. അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടി നടത്തിയ ആ സംഗമം നിഷ്പ്രഭമായി പോയി എന്ന് തോന്നുന്നു, യോജിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ കണ്ടിട്ട്. നമുക്കറിയില്ല പിന്നെന്താണ് ഈ സംഭവിക്കുക, ഒഴിഞ്ഞ കസേരകൾ ഉണ്ടാവുമോ എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ അയ്യപ്പ സംഗമം പോലൊരു ചടങ്ങ് നടക്കുമ്പോൾ ദേഹശുദ്ധി എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വളരെ ആവശ്യമാണ്. കുളിച്ച് വൃത്തിയായിട്ട് പോകണം. അതുപോലെ തന്നെ മനസ്സിന്റെ ശുദ്ധി, നമുക്ക് മറ്റൊരാളുടെ ഒരു ദേഷ്യവും ഉദ്വേഷവും ഉണ്ടാകാതെ മനസ്സും വപുസും ശുദ്ധമാക്കി കൊണ്ടുപോകാൻ ക്ഷേത്രത്തിൽ പോകാനെന്നാണ് വെയ്പ്പ്. അത് രണ്ടും കൂടാതെ നമുക്ക് മറ്റൊന്നുകൂടി വേണ്ടത് ഉദ്ദേശ്യ ശുദ്ധി. ഈ 3 ശുദ്ധികളും ഉള്ള ഒരു സംഗമമാണ് പന്തളത്ത് നടക്കുന്നത്. പക്ഷേ ഈ 3 ശുദ്ധികളും ഇല്ലാത്ത സംഗമമായിരുന്നു അവിടെ ശബരിമല പമ്പ സന്നിധാനത്ത് നടന്നത് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഭക്തിയുടെ നിറവ്, ഇവിടെ ആരും പാപം പങ്കിടുന്നുമില്ല, പാപം ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും
അത് ഉദ്ദേശ്യ ശുദ്ധിയുള്ള ആൾക്കാർ നടക്കുന്ന ശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് പാപമില്ല. അപ്പൊ പാപത്തിന്റെ പങ്കിടൽ അവിടെ നടക്കുന്നില്ല. ശുദ്ധിയുടെ പങ്കിടൽ മാത്രമേ, പുണ്യത്തിന്റെ പങ്കിടൽ മാത്രമാണ് നടക്കുന്നതെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അത് നല്ല ശക്തമായ രൂഢമൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു ചൈതന്യമാണ്. ആ ചൈതന്യമാണ് വാസ്തവത്തിൽ പന്തള തലയടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലാഭവും നോക്കിയല്ല നടത്തുന്ന ഒന്നും വിജയകരം സ്വാഭാവികമായിട്ടും ആകും. അതിന്റെ ഒരു ലക്ഷണങ്ങളാണ് അവിടെ കാണുന്നതെന്നാണ്. തീർച്ചയായിട്ടും ആ ഹിന്ദു സംഘടനകൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് അവിടെ ഗവൺമെന്റിനെ ഇവിടെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പന്തളത്ത് നിന്ന് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് കാണുന്നത്.